ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൽ ജി ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ PCB വർക്കും ഫുള്ളി രജിസ്ട്രേഷൻ വർക്കുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മൾ ആ ബോർഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. പവർ സപ്ലൈ കൊടുത്തപ്പോൾ അതിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നതായിട്ടാണ് പവർ ബട്ടൺ ഞെക്കുന്ന സമയത്ത് ബ്ലിങ്ക് ആവുന്നുണ്ട്. നമ്മൾ ആ ബോർഡ് മെഷീനിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും സപ്ലൈ കൊടുത്ത് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ പവർ ബട്ടൺ ഞെക്കുന്ന സമയത്ത് ആ ചുവന്ന ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്രൊസസ്സർ ICൻ്റെ അടുത്തുള്ള മെയിൻ ബോർഡിലെ പ്രൊസസ്സറിൻ്റെ അടുത്തുള്ള ക്രിസ്റ്റൽ കപ്പാസിറ്റർ അത് നമ്മൾ ചെക്ക് ചെയ്യണം. അത് ഓസിലേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ബോർഡ് വർക്കിംഗ് ആകാത്തത്. എന്നിരുന്നാലും നമ്മൾ ആ ബോർഡിൽ വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജൊക്കെ കറക്റ്റാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ കപ്പാസിറ്റർ റിമൂവ് ചെയ്ത് ഈ കപ്പാസിറ്റർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതിൻ്റെ പ്രിൻ്റ് പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം ഇത് അഴിച്ചെടുക്കാൻ. നമ്മളത് പുതിയ കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്തു. നമ്മൾ വയറുകളൊക്കെ തിരിച്ച് കുടുക്കി പവർ സപ്ലൈ കൊടുത്തു നോക്കുകയാണ്. അങ്ങനെ നമ്മൾ പവർ സപ്ലൈ കൊടുത്തപ്പോൾ ബോർഡ് ഓൺ ആയിട്ടുണ്ട്. പവർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡ് ഓണാക്കി നോക്കണം. അങ്ങനെ ബോർഡ് ഓണാക്കിയ സമയത്ത് ബോർഡ് ഓൺ ആയിട്ടുണ്ട്. ലൈറ്റുകളെല്ലാം വന്നു. നമുക്ക് മെഷീനിലോട്ട് തിരിച്ച് ഫിറ്റ് ചെയ്ത് നോക്കണം മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ നമ്മളതിൽ ഡ്രമ്മൊക്കെ ഇറക്കി വെച്ചു. പെയിൻ്റ് അടിക്കുന്നതിന് വേണ്ടി നമ്മളതിൽ കുരുമ്പ് അടിച്ച ഭാഗങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് പെയിൻ്റ് അടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചത് ബോർഡുകളൊക്കെ ഫിറ്റ് ചെയ്യുകയാണ്.
അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്ലഗ് ചെയ്ത് ഓണാക്കി. പ്രോഗ്രാമിൽ വാഷിംഗ് പ്രോഗ്രാം ചെയ്തു. വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.